യാക്കോബായ സഭയുടെ നെഞ്ചത്തേക്ക് കയറാൻ ചെന്നത് പിണറായിക്ക് എട്ടിന്റെ പണിയാകുന്നു. CPM-നുള്ളിൽ നിന്നും പിണറായിക്കെതിരെ രോഷം അണപൊട്ടുന്നു. ക്രൈസ്തവരും ഇളകിയിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ സമസ്തക്കെതിരെ വാ തുറക്കാൻ പിണറായിക്ക് കഴിയുമോ എന്നാണ് ഇപ്പോൾ ചോദ്യം വരുന്നത്. CPM-ൽ പിണറായിയുടെ പ്രതാപമൊക്കെ കഴിയാറായി. തിരിച്ചടി കിട്ടിത്തുടങ്ങിയിരിക്കുകയാണ് ഇരട്ടച്ചങ്കന്. നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ മെക്കിട്ട് കയറാൻ ചെന്നത് നല്ലതിനല്ല. മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ വിമർശനം ശക്തമാകുന്നു. പിണറായി വിജയൻ പോയാൽ വേറൊരു നേതാവ് വരും. എന്നാൽ വോട്ട് ബാങ്ക് തകർന്നാൽ തിരികെ പിടിക്കാൻ പാടാണ്. ഇടതുപക്ഷത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന യാക്കോബായ സഭയെ വെറുപ്പിച്ചതിനോട് യോജിക്കാൻ പറ്റില്ല എന്ന് കട്ടായം പറഞ്ഞ് നേതാക്കൾ. ഞാനാണ് അവസാന വാക്ക് എന്ന പിണറായിയുടെ അഹങ്കാരത്തിനേറ്റ അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമസ്ത പിണറായി സർക്കാരിനെ കുടഞ്ഞിരുന്നു. എന്നാൽ സമസ്തയ്ക്ക് നേരെ ഒരക്ഷരം മിണ്ടിയില്ല പിണറായി വിജയൻ. അതെന്തേ? സമസ്ത എന്ന് കേൾക്കുമ്പോൾ മുട്ടിടിക്കുന്നുണ്ടോ പിണറായിക്ക്? ക്രൈസ്തവരുടെ നെഞ്ചത്തേക്ക് കയറാൻ മാത്രമല്ലേ പിണറായിക്ക് കഴിയൂ എന്നാണ് പരിഹാസം വരുന്നത്. മുഖ്യമന്ത്രിയുടെ നടപടിയിൽ പാർട്ടി നേതാക്കളിലും അണികൾക്കിടയിലും അമർഷം ശക്തമാകുകയാണ്. മുഖ്യമന്ത്രിയുടേത് വാവിട്ട വാക്കാണെന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. സാധാരണ എല്ലാ കാര്യത്തിലും പിണറായിയെ അന്ധമായി പിന്തുണയ്ക്കുന്ന സൈബർ സഖാക്കളും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കൈവിട്ട മട്ടാണ്. കാരണം ആരും ക്യാപ്സൂളുകളുമായി രംഗത്ത് വരുന്നില്ല. തങ്ങളുടെ പക്ഷത്തു നിന്നുള്ള ഒരു വ്യക്തി വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ പരിശോധിക്കുന്നതിന് പകരം പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്ന വിധത്തിൽ പരാമർശം എന്തിന് നടത്തി എന്നതാണ് ചോദ്യം. സമസ്ത ദിനപത്രത്തിലടക്കം കഴിഞ്ഞ ദിവസം CPM-നും സർക്കാരിനുമെതിരെ വിമർശനം ഉയർന്നിരുന്നു. ഇതേക്കുറിച്ചൊന്നും പരാമർശിക്കാതെയാണ് കൂറിലോസിനെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചത്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേർതിരിവ് എന്ന ചോദ്യം സർക്കാരിന് നേരെ ഉയരുകയാണ്. സമസ്തയ്ക്ക് കൊമ്പുണ്ടോ എന്ന ചോദ്യം ശക്തം. മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിൽ കടുത്ത എതിർപ്പ് CPM നേതാക്കൾക്കിടയിലുമുണ്ട്. വിഷയത്തിൽ പിണറായിയെ പിന്തുണയ്ക്കാൻ മരുമകൻ മുഹമ്മദ് റിയാസ് ഒഴികെ ആരും അങ്ങോട്ട് തയ്യാറായിട്ടില്ല. ജനങ്ങൾക്കെല്ലാം അറിയാമെന്നും ഇടതുപക്ഷം വിമർശനം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞത്. മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ താറടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിന് പിന്നിലുള്ള അജണ്ട. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചത് നിഘണ്ടുവിൽ പോലും വെക്കാൻ പറ്റാത്ത പദമാണെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. അതേസമയം സാധാരണ പൊതുപ്രവർത്തകർ പോലും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിയോട് വിയോജിച്ച് പത്തനംതിട്ടയിലെ CPM നേതാവ് പരസ്യമായി രംഗത്ത് വന്നു. വിമർശകരെല്ലാം ശത്രുക്കളല്ല എന്ന് CPM ഏരിയ കമ്മിറ്റി അംഗവും CITU നേതാവുമായ K പ്രകാശ് ബാബു ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. ഉറച്ച നിലപാട് ഉറക്കെ പറയുന്നതാണ് നല്ലതെന്നും അതുകൊണ്ട് ആർക്കും ദോഷമുണ്ടാകില്ലെന്നും K പ്രകാശ് ബാബു പൊതുവേദിയിലും പറഞ്ഞു. ഗീവർഗീസ് മാർ കൂർലോസ് ഉദ്ഘാടകനായ പരിപാടിയിലായിരുന്നു തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിന്റെ ഈ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വന്ന വാക്ക് പറ്റിയ അബദ്ധമാണെന്ന് നേതാക്കൾ തന്നെ പറയുകയാണ്. ഒപ്പം യാക്കോബായ സഭയെ എങ്ങനെയെങ്കിലും അന്വയിപ്പിച്ച് നിർത്താനുള്ള നീക്കത്തിലാണ് നേതാക്കൾ. സോഷ്യൽ മീഡിയയിൽ പിണറായിക്കെതിരെ വിമർശനം വരുന്നത് സമസ്തയ്ക്ക് മറുപടി കൊടുക്കാതെ കൂറിലോസിനെ ആക്ഷേപിച്ച നടപടിയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ CPM-നെയും സർക്കാരിനെയും ശക്തമായി വിമർശിച്ചിരുന്നു സമസ്ത മുഖപത്രം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമ രാഷ്ട്രീയം വരെ നീളുന്ന എണ്ണി പറയാവുന്ന ഒരുപാട് ഘടകങ്ങളുടെ അനന്തര ഫലമാണ് തിരഞ്ഞെടുപ്പിലെ വിധിയെന്നും സർക്കാരിലും പാർട്ടിയിലും ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും സുപ്രഭാതം മുഖപ്രസംഗത്തിൽ പറയുന്നു. തുടർഭരണം പ്രാദേശിക നേതാക്കളെ പോലും സാധാരണക്കാരിൽ നിന്നും അകറ്റി. തുടർച്ചയായി സർക്കാരും CPM-ഉം എടുക്കുന്ന ജനവിരുദ്ധ നിലപാടുകളും നയങ്ങളും അതിരൂക്ഷമായ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. അസഹിഷ്ണുതയുടെ വക്താക്കളായി ഒരു മറയുമില്ലാതെ CPM നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും നിറഞ്ഞാടിയതിന് ജനങ്ങളെന്ന വിധികർത്താക്കളിട്ട മാർക്കാണ് ഈ ഒറ്റ സംഖ്യ. പൊതുജനാരോഗ്യം, പൊതുവിതരണ മേഖല, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും കുത്തഴിഞ്ഞിട്ടും ഭരണകൂടം അനങ്ങിയില്ല. പോലീസ് രാജിൽ പൗരാവകാശം ചവിട്ടിയരയ്ക്കപ്പെട്ടു. UDF-ന് ആത്മവിശ്വാസവും പ്രതീക്ഷയും പകരുന്നതാണ് ഈ ജനവിധി. മുസ്ലിം ലീഗിന്റെ വിജയം എടുത്തു പറയേണ്ടതാണെന്നും സമസ്ത മുഖപത്രത്തിൽ പറയുന്നു.
പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ചു മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ മാറ്റത്തിന്റെ സൂചനയായി കണക്കാക്കാം. 2019 സമാന തിരിച്ചടി ഉണ്ടായപ്പോൾ എന്റെ ശൈലിയാണ്, അതിന് മാറ്റമുണ്ടാകില്ല എന്ന് പറഞ്ഞ പിണറായി തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുമെന്ന് പറയുന്നത് പരാജയത്തിന്റെ മുറിവാഴത്തിൽ നിന്ന് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ ദിശമാറ്റത്തിന്റെ ആശങ്കയുടെ തിരിച്ചറിവിൽ നിന്നുള്ളതുകൂടിയാണെന്നും സുപ്രഭാതം മുഖപ്രസംഗത്തിൽ പറഞ്ഞു. സംഘപരിവാർ ശക്തികളെ എക്കാലവും അകറ്റി നിർത്താനുള്ള ആർജവം മതേതര കേരളം പുലർത്തിപ്പോന്നിരുന്നു. ഇക്കുറി തൃശൂരിൽ നിന്നുള്ള NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ജയം ഇതിന്റെ തിരുത്താണെന്ന് വിലയിരുത്തുന്നവരുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിയുടെ താരപരിവേഷത്തിൽ സ്ത്രീകൾ വോട്ട് ചെയ്തതാണ് വിജയത്തിന് പിന്നിലെന്ന നിരീക്ഷണവുമുണ്ട്. BJPയുടെ രാഷ്ട്രീയ വിജയമായി തൃശൂരിലെ ജയത്തെ വിലയിരുത്താനാവില്ലെങ്കിലും 11 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതത്തിൽ മുൻപിലെത്തിയതിനെ ഗൗരവം കുറച്ച് കാണാതിരിക്കാനുമാവില്ല. തൃശൂരിലെ BJP വിജയത്തിൽ ആരോപണങ്ങളുമായി LDFും UDFും രംഗത്ത് വന്നിട്ടുണ്ട്. നിജസ്ഥിതി പുറത്തുവരേണ്ടത് തന്നെയാണെന്നും സമസ്ത മുഖപത്രം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത്തരത്തിൽ സർക്കാരിനെയും പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രഭാതം പത്രത്തിൽ ഇങ്ങനെ ഒരു കുറിപ്പ് വന്നത്. എന്നാൽ ഇതിനെതിരെ ഒരക്ഷരം പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. പകരം മാർ കൂറിലോസിന്റെ വിമർശനത്തെ അങ്ങേയറ്റം അധിക്ഷേപകരമായി തിരിച്ചു മറുപടി കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഇതാണിപ്പോൾ വലിയ വിമർശനത്തിനും രോഷം അണപൊട്ടുന്നതിനും കാരണമായിരിക്കുന്നത്. എല്ലാ കാലത്തും ഇവരെന്തിനാണ് ക്രൈസ്തവരുടെ മാത്രം മെക്കിട്ട് കയറുന്നതെന്നും സമസ്തയെ എന്തിനാണ് ഭയക്കുന്നതെന്നും ചോദ്യം വരുന്നു. മാത്രമല്ല, മാർ കൂറിലോസിനെ അധിക്ഷേപിച്ചതിൽ പാർട്ടിക്കുള്ളിലെ ക്രൈസ്തവർ പോലും ഇളകി നിൽക്കുകയാണ്. ഇവരും രോഷത്തോടെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് നല്ല ഒന്നാന്തരം പണിയാണ് കിട്ടിയിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ സമസ്തക്കെതിരെ 2 വാക്കെങ്കിലും പറയൂ എന്നാണ് ഇരട്ടച്ചങ്കന് നേരെ മുറവിളി വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.